ദിനവൃത്താന്തം 1-ാം പുസ്തകം അധ്യായം 26. വാതിൽ കാവൽക്കാരുടെ കൂറുകളോ കോരഹിയർ. ആസാഫിന്റെ പുത്രന്മാരിൽ കോരയുടെ മകനായ മെശലേമ്യാവ്. മെശലേമ്യാവിന്റെ പുത്രന്മാർ സെക്കരിയാവ് ആദ്യജാതൻ, യെദീയേൽ രണ്ടാമൻ, സെബദ്യാവ് മൂന്നാമൻ, യത്നിയേൽ നാലാമൻ, ഏലാം അഞ്ചാമൻ, യഹോഹാനാൻ ആറാമൻ, എല്യോഹോവേനായി ഏഴാമൻ. ഓബേദേദോമിന്റെ പുത്രന്മാർ ശെമയ്യാവ് ആദ്യജാതൻ, യഹോശാബാദ് രണ്ടാമൻ, യോവാഹു മൂന്നാമൻ, സാഖാർ നാലാമൻ, നെഥനയേൽ അഞ്ചാമൻ, അമ്മിയേൽ ആറാമൻ, ഇസ്സാഖാർ ഏഴാമൻ, പെയൂലേഥായി എട്ടാമൻ. ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു. അവന്റെ മകനായ ശെമയ്യാവിനും പുത്രന്മാർ ജനിച്ചിരുന്നു. അവർ പരാക്രമശാലികളായിരുന്നതുകൊണ്ട് തങ്ങളുടെ പിതൃഭവനത്തിന് പ്രമാണികളായിരുന്നു. ശെമയ്യാവിന്റെ പുത്രന്മാർ ഒത്നി, രഫായേൽ, ഓബേദ്, എൽസാബാദ്. അവന്റെ സഹോദരന്മാർ പ്രാപ്തന്മാർ ആയിരുന്നു. എലീഹു, സെമഖ്യാവ്. ഇവർ എല്ലാവരും ഓബേദ് എദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദ് എദോമിനുള്ളവർ 62 പേർ. മെശേലേമ്യാവിന് പ്രാപ്തന്മാരായ പുത്രന്മാരും സഹോദരന്മാരും 18 പേർ. മെരാരി പുത്രന്മാരിൽ ഹോസയ്ക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നു. ഷിംറി തലവൻ. ഇവൻ ആദ്യജാതനെങ്കിലും അവന്റെ അപ്പൻ അവനെ തലവനാക്കി. ഹിൽക്കിയാവ് രണ്ടാമൻ, തെബല്യാവ് മൂന്നാമൻ, സെക്കരിയാവ് നാലാമൻ. ഹോസയുടെ പുത്രന്മാരും സഹോദരന്മാരും എല്ലാം കൂടി 13 പേർ. വാതിൽ കാവൽക്കാരുടെ ഈ കൂറുകൾക്ക് അവരുടെ തലവന്മാർക്കും തന്നെ യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങളുടെ സഹോദരന്മാർക്ക് എന്ന പോലെ ഉദ്യോഗങ്ങൾ ഉണ്ടായിരുന്നു. അവർ ചെറിയവനും വലിയവനും ഒരുപോലെ പിതൃഭവനമായി അതത് വാതിലിന് ചീട്ടിട്ടു. കിഴക്കേ വാതിലിന്റെ ചീട്ട് ശേലെമ്യാവിന് വന്നു. പിന്നെ അവർ അവന്റെ മകനായി വിവേകമുള്ള ആലോചനക്കാരനായ സെഖരിയാവിന് വേണ്ടി ചീട്ടിട്ടു. അവന്റെ ചീട്ട് വടക്കേ വാതിലിന് വന്നു. തെക്കേ വാതിലിൻ്റെത് ഓബേദെദോമിനും പാണ്ഡിശാലയുടേത് അവന്റെ പുത്രന്മാർക്കും കയറ്റമുള്ള പെരുവഴിക്കൽ ശല്ലേഖ്യത്ത് പടിവാതിലിനരികെ പടിഞ്ഞാറേ വാതിലിൻ്റെത് ശുപ്പീമിക്കും ഹോസയ്ക്കും വന്നു. ഇങ്ങനെ കാവലിനരികെ കാവലുണ്ടായിരുന്നു. കിഴക്കേ വാതിൽക്കൽ 6 ലേവ്യരും വടക്കേ വാതിൽക്കൽ നാളൊന്നിന് 4 പേരും തെക്കേ വാതിൽക്കൽ നാളൊന്നിന് 4 പേരും പാണ്ഡിശാലയ്ക്കൽ 2 പേരും ഉണ്ടായിരുന്നു. പർബാരിനും പടിഞ്ഞാറ് പെരുവഴിയിൽ 4 പേരും പർബാരിൽ തന്നെ 2 പേരും ഉണ്ടായിരുന്നു. കോരഹ്യരിലും മെരാരിലുമുള്ള വാതിൽ കാവൽക്കാരുടെ കൂറുകൾ ഇവ തന്നെ. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദൈവാലയത്തിലെ ഭണ്ഡാരത്തിനും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ഡാരത്തിനും മേൽവിചാരകരായിരുന്നു. ലയേദാന്റെ പുത്രന്മാർ. ലയേദാന്റെ കുടുംബത്തിലുള്ള ഗർശോന്യരുടെ പുത്രന്മാർ. ഗർശോന്യനായ ലയേദാന്റെ പിതൃഭവന തലവന്മാർ യെഹിയേല്യർ ആയിരുന്നു. യെഹിയേലിന്റെ പുത്രന്മാർ സേഥാം, അവന്റെ സഹോദരൻ യോവേൽ. ഇവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിന് മേൽവിചാരകരായിരുന്നു. അമ്രാമ്യർ, ഇസ്ഹാര്യർ, ഹെബ്രോന്യർ, ഉസിയേല്യർ എന്നവരോ മോശയുടെ മകനായ ഗർശോമിന്റെ മകൻ ഷെബുവേൽ ഭണ്ഡാരത്തിനും മേൽവിചാരകനായിരുന്നു. എലിയേസരിൽ നിന്ന് ഉത്ഭവിച്ച അവന്റെ സഹോദരന്മാരോ അവന്റെ മകൻ രഹബ്യാവ്, അവന്റെ മകൻ യെശിയാവ്, അവന്റെ മകൻ യോരാം, അവന്റെ മകൻ സിക്രി, അവന്റെ മകൻ ശെലോമീത്ത്. ദാവീദ് രാജാവും പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സേനാപതിമാരും നിവേദിച്ച വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും ശെലോമീത്തും അവന്റെ സഹോദരന്മാരും മേൽവിചാരകരായിരുന്നു. യുദ്ധത്തിൽ കിട്ടിയ കൊള്ളയിൽ നിന്ന് യഹോവയുടെ ആലയം കേടുപോക്കുവാൻ അവർ അവയെ നിവേദിച്ചിരുന്നു. ദർശകനായ ശമൂവേലും കീശിന്റെ മകൻ ശൗലും നേരിന്റെ മകൻ അബ്നേരും സെരൂയയുടെ മകൻ യോവാബും നിവേദിച്ച സകല നിവേദിത വസ്തുക്കളും ശെലോമീത്തിന്റെയും അവന്റെ സഹോദരന്മാരുടെയും വിചാരണയിൽ വന്നു. ഇസ്ഹാര്യരിൽ കെനന്യാവും അവന്റെ പുത്രന്മാരും പുറമേയുള്ള പ്രവൃത്തിക്ക് ഇസ്രായേലിൽ പ്രമാണികളും ന്യായാധിപന്മാരുമായിരുന്നു. ഹെബ്രോന്യരിൽ ഹശബ്യാവും അവന്റെ സഹോദരന്മാരുമായി 1700 പ്രാപ്തന്മാർ യോർദാനിക്കരെ പടിഞ്ഞാറ് യഹോവയുടെ സകല കാര്യത്തിനും രാജാവിന്റെ ശുശ്രൂഷയ്ക്കും ഇസ്രായേലിൽ മേൽവിചാരകരായിരുന്നു. ഹെബ്രോന്യരിൽ കുലം കുലമായും കുടുംബം കുടുംബമായുമുള്ള ഹെബ്രോന്യർക്ക് യെരിയാവ് തലവനായിരുന്നു. ദാവീദിന്റെ വാഴ്ചയുടെ 40-ാം ആണ്ടിൽ അവരുടെ വസ്തുത അന്വേഷിച്ചപ്പോൾ അവരുടെ ഇടയിൽ
ഗിലെയാദിലെ യാസേരിൽ പ്രാപ്തന്മാരെ കണ്ടു. അവന്റെ സഹോദരന്മാരായി പ്രാപ്തന്മാരും പിതൃഭവന തലവന്മാരുമായി 2700 പേരുണ്ടായിരുന്നു. അവരെ ദാവീദ് രാജാവ് ദൈവത്തിന്റെ സകല കാര്യത്തിനും രാജാവിന്റെ കാര്യാദികൾക്കും രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതിഗോത്രം എന്നിവർക്കും മേൽവിചാരകരാക്കി വെച്ചു.